ജോൺ എബ്രഹാം ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നല്ല പേര് അദ്ദേഹത്തിനുണ്ട്. അതിപ്പോൾ ചീത്തപ്പേരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും മുമ്പും അറിയാം. അത് 2011-12 കണ്ടാണ് ഈ റിയാലിറ്റി ഷോകളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇത് ഭയങ്കര സ്ക്രിപ്റ്റഡാണ്, ഇത് അലമ്പാണ് എന്നുള്ള മട്ടിൽ തന്നെ. അതായത് ആ സമയത്ത് റിയാലിറ്റി ഷോകൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ 2011 കാലത്ത്. ആ സമയത്ത് ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജോൺ എബ്രഹാം. അതുപോലെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സിനിമയുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ ബോളിവുഡ് സിനിമയ്ക്ക് നിലവാരമില്ല എന്ന് പറയുന്ന ഒരുപക്ഷെ ബോളിവുഡിലെ ഏക നടൻ ജോൺ എബ്രഹാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നേരെ നിന്ന് വിമർശിക്കും ജോൺ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഏറെ വൈവിധ്യമുള്ള താല്പര്യങ്ങളാണ്. നമുക്കറിയാം, ഈ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഉടമയാണ് അദ്ദേഹം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളും ഒക്കെയുള്ള ആ താല്പര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൗതുകരമായി തോന്നി. കാരണം ഇതൊക്കെ ജോൺ എബ്രഹാമിൻ്റെ നിലപാടുകളൊക്കെ തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്ത് ഇങ്ങനെ രാഷ്ട്രീയം തുറന്നു പറയാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് രാജീവ് സർദേശായി കാണുന്നത് ജോൺ എബ്രഹാം അതൊക്കെ പറയുമ്പോൾ. കാരണം ഇപ്പോൾ ബോളിവുഡ് പോലെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, ഇത് വലതുപക്ഷ സ്വഭാവമുള്ള സിനിമകളെക്കുറിച്ച് പറയുക, പ്രൊപ്പഗാൻഡ സിനിമകൾ എന്നുള്ളത് പേരെടുത്ത് പറഞ്ഞിട്ടാണ്. പ്രൊപ്പഗാൻഡ സിനിമകൾ ജാവയെക്കുറിച്ച് പറയുകയാണ്. ഇത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഹിറ്റായി വന്ന ജാവയെക്കുറിച്ച് ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏക നടൻ ഇദ്ദേഹം തന്നെയായിരിക്കും കേട്ടോ. അതായത് ഈ നിലയ്ക്കൊരു താര വ്യക്തിത്വത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല ബോളിവുഡിൽ. മാത്രമല്ല ഈ കാശ്മീർ ഫയൽസിനെ കുറിച്ച് ആ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. പക്ഷേ അതിലേറ്റവും കൗതുകകരമായ കാര്യം, അത് കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ പോയി കാണേണ്ടത്, അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം മദ്യപിക്കില്ല അദ്ദേഹം. മലയാളി സ്വത്വമുള്ളയാളാണെങ്കിലും അച്ഛന് നല്ല വിസ്കി പ്രേമിയാണെങ്കിലും ഞാൻ മദ്യപിക്കില്ല, 9:30 കിടക്കും, 4:30 എഴുന്നേറ്റിട്ട് വാർത്ത കാണും എന്നാണ്. തുടർച്ചയായി ഇരുന്ന് വാർത്തകൾ കാണുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ നേരം പോക്ക്. അതാണ് എനിക്ക് അത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നത് രസമായിട്ടാണ് രാജീവ് സർദേശായി. ഏതെങ്കിലുമൊക്കെ ന്യൂസ് ചാനലുകളുണ്ട്, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ TRP റേറ്റ് കൂട്ടാൻ കൊള്ളാവുന്ന ഒരു ന്യൂസ് ആങ്കറായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാവുന്നത്. ഇതിലിപ്പോൾ അതിനകത്ത് അതാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ 4:30 എഴുന്നേറ്റ് അയാൾ പത്രം വായിക്കും. ഇപ്പോഴും പത്രം വായിക്കും. ഇതിന്ന് സ്ഥിരമായിട്ട് വായിക്കും. പണ്ട് മുതലേ വായിക്കുമായിരുന്നു. ഇപ്പോൾ പല ആളുകൾക്കും പത്രം വായിക്കുന്ന ചതുർത്ഥിയാണല്ലോ. പക്ഷേ ഇയാൾ ഇരുന്ന് കുത്തിയിരുന്ന് രാവിലെ പത്രം വായിക്കും. രണ്ടാമത്തെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഇതൊന്നുമല്ല, അത് ഞാൻ പാർട്ടികളിൽ പോകാറില്ല, അവിടുത്തെ ലൗഡ് മ്യൂസിക് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകാറേ ഇല്ല എന്നാണ്. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇയാൾ നമ്മളെ പോലത്തെ ഒരാളാണെന്ന് തോന്നി.